വയനാട് പുൽപ്പള്ളിയിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. വനത്തിനുള്ളിലാണ് കടുവയെ കണ്ടെത്തിയത്. ബസവൻകൊല്ലിയിൽ ആദിവാസി യുവാവിനെ ആക്രമിച്ചു കൊന്ന കടുവയാണ് ചത്തത്. പുൽപ്പള്ളി റേഞ്ചിലെ കുറിച്ചിപ്പറ്റ വെളുക്കൊല്ലി ഭാഗത്താണ് കടുവയെ കണ്ടെത്തിയത്. പ്രായാധിക്യം മൂലം ഇര തേടാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് വനം വകുപ്പ് വ്യക്തമാക്കി. 2 മാസമായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കടുവയ്ക്കുള്ള തെരച്ചിൽ തുടരുകയായിരുന്നു. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതിനായി 17 നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. 10 ദിവസം മുൻപ് റേഞ്ചർ അടക്കം നിരവധി പേരെ കടുവ ആക്രമിച്ചിരുന്നു. പെട്ടിമുടിയിൽ ഇന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. 2 വയസ്സുള്ള ധനുഷ്കയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇതോടെ പെട്ടിമുടി ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 56 ആയി. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം ഇന്ന് ദുരന്ത സ്ഥലം സന്ദർശിച്ചിരുന്നു. ദുരഭിമാനം വെടിഞ്ഞ് സർക്കാർ 10 ലക്ഷം രൂപ പ്രഖ്യാപിക്കണമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. പെട്ടിമുടിയിലെത്തിയ മുഖ്യമന്ത്രി കണ്ണൻ ദേവൻ കമ്പനിയുടെ വക്താവായി മാത്രമാണ് സംസാരിച്ചതെന്നും മുല്ലപ്പള്ളി ആരോപിച്ചു. പ്രളയത്തിൽ നശിച്ച് ഇടുക്കി ആൻഡോപുരത്തെ റോഡ് ഇനിയും പുനർനിർമ്മിച്ചില്ല. റോഡ് ഗതാഗത യോഗ്യമാക്കാതായതോടെ വലിയ ബുദ്ധിമുട്ടിലാണ് പ്രദേശവാസികൾ. 2 വർഷം മുൻപുണ്ടായ പ്രളയത്തിൽ ആൻഡോപുരത്ത് റോഡ് ഒലിച്ചുപോയിരുന്നു. 20 അടിയോളം താഴ്ചയിൽ റോഡ് തകർന്നതോടെ പ്രദേശം ഒറ്റപ്പെട്ടു. 2 വർഷമായിട്ടും നന്നാക്കിയില്ല. ഇടിഞ്ഞുപോയ ഭാഗം മണ്ണിട്ട് നികത്തിയതൊഴിച്ചാൽ മറ്റൊരു പ്രവൃത്തിയും നടന്നില്ല. കുറച്ച് മണ്ണിട്ട് നികത്തി മക്ക് വിരിച്ചതല്ലാതെ തുടർന്ന് ആ ഭാഗത്തൊരു പണിയും നടക്കാതെ വന്നതുകൊണ്ട് ഇപ്പോൾ വളരെയധികം വാഹനങ്ങൾ ആ ഭാഗത്തു കൂടി മുരിക്കാശ്ശേരി നെടുങ്കണ്ടം ഭാഗത്തേക്ക് പോകുന്നു. അന്നിട്ട മക്കെല്ലാം ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെയും പ്രളയത്തിൽ എല്ലാം ഒലിച്ചുപോയി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുക. മഴയായതോടെ റോഡ് ചെളിമൂടി നടന്നു പോകാൻ കഴിയാത്ത വിധത്തിലായി. നാട്ടുകാർ പരാതി നൽകി മടുത്തു. റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ സമരമല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഇവർ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP പാതയിൽ അപകടങ്ങൾ പതിവാകുന്നു. ചന്ദ്രഗിരി ജംഗ്ഷനോട് ചേർന്ന സ്ഥലത്ത് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടു. റോഡിന്റെ പാർശ്വഭിത്തിക്കും വിള്ളലുണ്ടായത് ആശങ്കയ്ക്കിടയാക്കുന്നു. കോടികൾ ചെലവിട്ട് നിർമ്മിച്ച കാഞ്ഞങ്ങാട് കാസർഗോഡ് KSTP പാതയിലാണ് അപകടം പതിയിരിക്കുന്നത്. റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ യാത്രക്കാർ ആശങ്കയിലാണ്. പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും ചന്ദ്രഗിരി പാലത്തിലേക്കുള്ള റോഡിന് സമീപത്തായി രൂപപ്പെട്ട കുഴികളാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. ഇതുവഴി പോകുന്ന വാഹനങ്ങൾ കുഴിയിൽ വീഴുന്നത് പതിവാണ്. KSTP പാതയിൽ അടുത്തടുത്തായി 2 ഇടങ്ങളിലാണ് വലിയ കുഴികളുള്ളത്. കുഴികൾ രൂപപ്പെട്ട സ്ഥലത്ത് പോലീസ് ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ടെങ്കിലും തകരാർ പരിഹരിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. ഇപ്പോൾ ചെയ്തിട്ട് ഒരു 3 വർഷമായതേ ഉള്ളൂ. 3 വർഷമായിട്ടില്ല, 2 വർഷമായതേ ഉള്ളൂ. ഇതിലിപ്പോൾ മിനിയാന്തര അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. രാത്രി വരുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ വരുന്നവർക്ക് അപകട കുഴികൾക്ക് സമീപത്തായി റോഡിന്റെ പാർശ്വഭിത്തിക്കും വിള്ളൽ വീണിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മണ്ണിടിച്ചിൽ ഉണ്ടായതിനു സമീപത്താണ് പുതിയ വിള്ളൽ. അപകടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ ഇതുവഴി യാത്ര ചെയ്യാനാവൂ. ന്യൂസ് 18 കാസർഗോഡ്. ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന് അപകടാവസ്ഥയിൽ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ ഹെഡ്വർക്സ് ഡാമിന് സമീപമാണ് 30 മീറ്ററോളം റോഡ് ഇടിഞ്ഞു താഴ്ന്നത്. റോഡിന് വീതി കൂട്ടിയാണ് താൽക്കാലികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. മൂന്നാർ അടിമാലി റൂട്ടിൽ മൂന്നാർ ഹെഡ്വർക്സ് ഡാമിന് താഴ്ഭാഗത്തായിട്ടാണ് 1 അടിയോളം താഴ്ചയിൽ 30 മീറ്ററോളം റോഡ് ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത്. ഇതിനു സമീപത്തുകൂടി റോഡ് വീതി കൂട്ടി നിർമ്മിച്ചാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. നിലവിൽ വിണ്ടുകീറി ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്ന ഭാഗം ഏത് നിമിഷവും പൂർണ്ണമായി തകരുന്ന അവസ്ഥയിലാണ്. ഇത് മൂന്നാറിൽ നിന്ന് കൊച്ചി എറണാകുളം പോകുന്ന മെയിൻ റോഡാ. മൂന്നാർ തൊട്ടപ്പുറത്ത് വരുന്ന വഴിക്ക് ഈ റോഡ് പൊളിഞ്ഞടക്കുകയാണ്. ഇത് മൊത്തം പൊളിയാൻ പോവാണ്. മൊത്തം പൊളിഞ്ഞടക്കുകയാണ്. ഈ റോഡ് പെട്ടെന്ന് ശരിയാക്കി തരണം. പിന്നെ ഈ റോഡിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന മക്കളൊക്കെ അവിടെ നോക്കി രാത്രി എല്ലാം പോകുന്ന വഴിക്ക് നോക്കി പോകണമെന്ന് പറയുന്നത്. മറ്റേ ഇടം പൊളിഞ്ഞു പോവുകയാണ്. പെട്ടെന്ന് ഇത് റെഡിയാക്കി തരണം.
അപകട സാധ്യതയുള്ളതിനാൽ രാത്രികാല യാത്ര സൂക്ഷിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിലവിൽ ഗ്യാപ് റോഡ് തകർന്നു കിടക്കുന്നതിനാൽ മൂന്നാറിലേക്ക് എത്തുന്നതിനും മൂന്നാർ നിവാസികൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടുന്നതിനും ഏക മാർഗം കൂടിയാണ് ഈ റോഡ്. അടിയന്തരമായി റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് അപകട സാധ്യത ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മൂന്നാർ. ഇടുക്കിയിലെ നെടുങ്കണ്ടം ടൗണിൽ ജലവിതരണം താളം തെറ്റിയതായി പരാതി. ജലവിതരണ പൈപ്പുകളുടെ ടെൻഡർ പൂർത്തിയാക്കിയിട്ടും നിർമ്മാണം തടസ്സപ്പെടുത്തുന്നതായാണ് ആരോപണം. നെടുങ്കണ്ടം, തൂക്കുപാലം, മുണ്ടിയൊരുമ മേഖലകളിലായി 750ഓളം വാട്ടർ കണക്ഷനുണ്ട്. കല്ലാറിലെ താന്നിമൂട് ചെക്ക് ഡാമിൽ നിന്നാണ് ജലവിതരണം. എന്നാൽ താന്നിമൂട്ടിലെ പമ്പ് ഹൗസിന്റെ പ്രവർത്തനം തകരാറിലാകുന്നത് പതിവാണെന്നാണ് പരാതി. മാസങ്ങളായി കുടിവെള്ള വിതരണം താളം തെറ്റിയിട്ട് ഇതോടെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കാലങ്ങളായി അറ്റകുറ്റപ്പണി പോലും നടക്കുന്നില്ല. ആവശ്യത്തിന് ജീവനക്കാരുമില്ല. നമ്മുടെ ഈ താന്നിമൂട് പമ്പ് ഹൗസ് ക്ലീൻ ചെയ്യുന്ന കാര്യത്തിലോ അതിൻ്റെ ബാക്കി അനുബന്ധ കാര്യപടികൾ ചെയ്യുന്ന കാര്യത്തിലോ ഒരു കാര്യവും നമ്മൾ ഈ കുറേ നാളുകളായിട്ട് എടുക്കുന്നില്ലാനുള്ള വസ്തുത വളരെ വേദനാജനകമായ കാര്യമാണ്. കഴിഞ്ഞ വേനൽക്കാലത്ത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു പ്രദേശമാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത്. നിരവധി തവണ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. നമ്മൾ പലവട്ടം ഇവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇവർ പറയുന്നത് പല കാര്യങ്ങളാണ്. ഇല്ല, ഓവർസെയർ ഇല്ല എന്നുള്ള വിവിധ കാരണങ്ങൾ പറഞ്ഞ് മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. വേനൽക്കാലത്ത് കല്ലാർപ്പുഴയിലെ ചെക്ക് ഡാം ശുചീകരിക്കാറില്ല. താന്നിമൂട് പമ്പ് ഹൗസിൽ മോട്ടോറുകളടക്കം ലക്ഷങ്ങളുടെ യന്ത്രസാമഗ്രികൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. വേനൽക്കാലത്ത് ടൗണിൽ ജലക്ഷാമവും രൂക്ഷം. പമ്പ് ഹൗസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഉദ്യോഗസ്ഥന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ നഗരസഭ ഓഫീസ് താൽക്കാലികമായി അടച്ചു. വിവാഹ രജിസ്ട്രേഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിലേതുൾപ്പെടെ നിരവധി വിവാഹങ്ങൾ നടക്കുന്ന ഓഫീസിലെ ജീവനക്കാരനാണ് രോഗബാധ കണ്ടെത്തിയതിനാൽ ഓഫീസ് നടപടികൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. കൂടുതൽ ജീവനക്കാർക്ക് അസുഖബാധ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നു. ഇതിനുശേഷമായിരിക്കും ഓഫീസ് തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകുക. കോവിഡ് രോഗികളുടെ ഫോൺ രേഖകൾ ശേഖരിക്കുന്നത് പൗരാവകാശ ലംഘനമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രാകൃത നടപടികൾക്ക് സമാനമായ നീക്കമാണ്. CPMന്റെ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമാണിതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പത്തനംതിട്ടയിൽ പ്രതികരിച്ചു. അവരുടെ വ്യക്തിഗതമായ സ്വകാര്യ കാര്യങ്ങൾ ആ കോൾ രജിസ്റ്റർ കിട്ടണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവരെ വരട്ടാൻ വേണ്ടിയാണ്. അവരെവിടെയൊക്കെ പോകുന്നുണ്ട്, എന്താണ് അവരുടെ ബന്ധങ്ങൾ, ആരൊക്കെ അവരോട് സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയുണ്ട് എന്ന് പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ചെയ്തിട്ടുള്ള പ്രാകൃത നടപടിയുടെ പുനരാവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. വ്യാജ ചികിത്സ നടത്തിയ യുവതി കുറ്റിപ്പുറത്ത് പിടിയിൽ. പേരശന്നൂർ സ്വദേശി ഖദീജയാണ് കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 8 വർഷമായി അനധികൃതമായ ആയുർവേദ മരുന്ന് നൽകി വരികയായിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഇവരുടെ വീട്ടിൽ ആളുകൾ എത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. അപസ്മാരം, മാനസിക ഉത്കണ്ഠ തുടങ്ങിയവയ്ക്കാണ് ഇവർ ചികിത്സ നടത്തി വന്നിരുന്നത്. മരുന്ന് സ്ഥിരമായി കുറിച്ച് നൽകിയിരുന്നത് സമീപത്തുള്ള ആയുർവേദ മരുന്നുകടയിലേക്കാണ്. കടയുടമയെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. പത്തനംതിട്ട ചിറ്റാറിലെ മത്തായിയുടെ മരണത്തിൽ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. റാന്നി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് റിപ്പോർട്ട് നൽകിയത്. നിലവിൽ ആരെയും പ്രതി പട്ടികയിൽ ചേർത്തിട്ടില്ല. പോലീസിന് കിട്ടിയ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കെതിരെ ചുമത്താവുന്ന 11 വകുപ്പുകൾ ചേർത്താണ് റിപ്പോർട്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടൽ, അന്യായമായി തടങ്കലിൽ വയ്ക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് പ്രധാന വകുപ്പുകൾ. വനപാലകരെ പ്രതി ചേർക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വയനാട് മാനന്തവാടിയിൽ 4-അംഗ ഗുണ്ടാ സംഘം തൊണ്ടർനാട് പോലീസിന്റെ വലയിലായി. കഴിഞ്ഞ ദിവസം നിർത്താതെ പോയ കാർ പിന്തുടർന്ന തൊണ്ടയാട് SI AU ജയപ്രകാശും സംഘവുമാണ് ഇവരെ പിടികൂടിയത്. നിരവധി കേസുകളിൽ പ്രതികളാണ് പിടിയിലായവർ. സ്വാതന്ത്ര്യദിനത്തിൽ കുഞ്ഞു മനസ്സിന്റെ സ്വാതന്ത്ര്യ കാഴ്ചപ്പാടിന്റെ കഥ പറയുന്ന ഹ്രസ്വചിത്രമൊരുക്കി ഇടുക്കി കല്ലാർ സ്കൂളിലെ കുട്ടികളും അധ്യാപികയും ചേർന്നാണ് നിരാമയ എന്ന ഹ്രസ്വചിത്രം ഒരുക്കിയത്. കൂടിന് വെളിയിൽ
നിൽക്കുന്നവർക്ക് അകത്ത് കയറുവാനാണ് മോഹം, അകപ്പെട്ടു പോയവർക്ക് വെളിയിലിറങ്ങാനും എന്ന 5ാം ക്ലാസ്സുകാരിയുടെ തിരിച്ചറിവിലൂടെയാണ് ചിത്രം വികസിക്കുന്നത്. വിദ്യാർത്ഥിനിയുടെ സ്വാതന്ത്ര്യദിന പ്രഭാതം മുതൽ സായന്തനം വരെയുള്ള 12 മണിക്കൂർ കാഴ്ചകളാണ് നിരാമയ എന്ന ചിത്രം പറയുന്നത്. വിരലിൽ നിന്നുമൂരിയ മോതിരവട്ടത്തിലൂടെ പെൺകുട്ടിയുടെ കാഴ്ച ഉടക്കുന്നത് കൂട്ടിലടച്ച പ്രാവിലേക്കാണ്. പ്രാവിനെ കൂടിന്റെ തടവറയിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായസിലേക്ക് പറത്തിവിടുന്ന കാഴ്ചയിലൂടെയാണ് ഹ്രസ്വചിത്രം അവസാനിക്കുന്നത്. അധ്യാപികയായ ചാന്ദിനിയാണ് നിരാമയ സംവിധാനം ചെയ്തിരിക്കുന്നത്. കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ലയ ജോയിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്കൂളിലെ 50ഓളം കുട്ടികളും ചിത്രത്തിൽ മുഖം കാണിക്കുന്നുണ്ട്. അമിഘോഷ് കമ്മ്യൂണിക്കേഷൻസിന്റെ ബാനറിൽ ജോഷ്വിൻ ജോയിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ശിവ അഞ്ചൽ രചനയും ജസ്റ്റിൻ ക്യാമറയും ചലിപ്പിച്ച ചിത്രം മുഴുനീള സിനിമയാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘം. എല്ലാ ജീവജാലങ്ങൾക്കും സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യം എന്നത് അവകാശമാണ്. ന്യൂസ് 18 ഇടുക്കി. താമരശ്ശേരി അമ്പായത്തോട് മിച്ചഭൂമി കോളനിയിലെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ഇവിടെ കമ്മ്യൂണിറ്റി ഹാൾ, കുടിവെള്ള പദ്ധതി എന്നിവ സജ്ജമാക്കി 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് അമ്പായത്തോട് മിച്ചഭൂമി കുടിയേറ്റക്കാർക്ക് പതിച്ചു കിട്ടിയത്. 1 കോടി രൂപയുടെ വികസനമാണ് കോളനിയിൽ നടന്നത്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ 2 കിണറുകളും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി. 110 കുടുംബങ്ങൾക്ക് ഗാർഹിക കണക്ഷനുകൾ നൽകിയതിനു പുറമെ 22 പൊതു ടാപ്പുകളും സ്ഥാപിച്ചു. കൂടാതെ 500 പേർക്ക് ഇരിക്കാവുന്ന കമ്മ്യൂണിറ്റി ഹാളും നിർമ്മിച്ചു. 500ഓളം ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം നിർമ്മിച്ചിട്ടുണ്ട്. ഈ കോളനിക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ള പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. പിന്നെ ശ്മശാന കേന്ദ്രത്തിലേക്കും അതേപോലെ ഈ കോളനിയിലേക്കുള്ള റോഡുകൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാ നിലക്കുമുള്ള ഒരു വികസന പദ്ധതിയാണ് ഇതിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. കോളനിയിലെ ശ്മശാനത്തിലേക്കുള്ള റോഡ് ടാർ ചെയ്തു. കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടെ ഇവിടുത്തെ കുടുംബങ്ങളും ആശ്വാസത്തിലാണ്. ന്യൂസ് 18 താമരശ്ശേരി. പ്രളയകാലത്ത് ഒറ്റപ്പെടുന്നവർക്ക് തുണയേകാൻ ബോട്ട് നിർമ്മിച്ച ഒരു കൂട്ടം യുവാക്കൾ. വടകര അറക്കിലാട് പ്രദേശത്താണ് യുവാക്കളുടെ പ്രവർത്തനം. അറക്കിലാട് പ്രദേശത്ത് തുടർച്ചയായി വെള്ളം കയറുന്ന സാഹചര്യത്തിലാണ് യുവാക്കളുടെ ബോട്ട് നിർമ്മാണം. കനത്ത മഴയിൽ വെള്ളം കെട്ടിനിന്ന് വീടുകൾ ഒറ്റപ്പെടുന്നത് പതിവാണ്. ഈ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം ലക്ഷ്യമിട്ടാണ് ബോട്ട് നിർമ്മാണം. നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ഫ്ലെക്സിൻ്റെ തോണി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് നല്ലൊരു ഉപയോഗത്തിൽ വന്നു. ആ തോണി കഴിഞ്ഞ പ്രളയത്തിൽ 2-3 പേർക്ക് സുഖമില്ലാത്ത സമയത്തിൽ നമ്മൾ ആ ഫ്ലെക്സിൻ്റെ തോണിയിലാണ് നമ്മൾ അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ട രീതിയിലാക്കിയത്. അതുപോലെ ഈ ഒരു ആശയമാണ് നമ്മൾ ഈ വർഷം ഒരു വലിയൊരു ബോട്ട് തന്നെ ഉണ്ടാക്കാനുള്ള രീതിയിൽ വന്നത്. ബോട്ട് നിർമ്മിക്കാൻ 18,000 രൂപ ചെലവായി. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് പോകാൻ സന്നദ്ധരാണിവർ. കഴിഞ്ഞ വർഷം പ്രദേശം ഒറ്റപ്പെട്ടപ്പോൾ യുവാക്കളുടെ കൂട്ടായ്മയാണ് താൽക്കാലികമായി നിർമ്മിച്ച തോണിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. ന്യൂസ് 18 വടകര. മഴ കനത്തതോടെ വെള്ളത്തിലായി എടപ്പാൾ മാങ്ങാട്ടൂർ തിരുത്തി റോഡ്. 150ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് പ്രവാസികളുടെ സഹകരണത്തോടെ ഗതാഗതത്തിന് ആവശ്യമായ തോണി ഇറക്കിയിരിക്കുകയാണ് കൂട്ടായ്മയായ വെൽക്കം ബ്രോ. 150-ലധികം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന മാങ്ങാട്ടൂർ തിരുത്തി റോഡ് കനത്ത മഴയെ തുടർന്ന് വെള്ളത്തിലായിരിക്കുകയാണ്. ഇവിടെയാണ് ഗതാഗതത്തിനായി വെൽക്കം ബ്രോ കൂട്ടായ്മ തോണിയിറക്കിയത്. പ്രവാസി സുഹൃത്തുക്കളുടെ സഹകരണത്തോടെ താനൂരിൽ നിന്ന് വഞ്ചി എത്തിച്ചാണ് സൗകര്യമൊരുക്കിയത്. 3ാമത്തെ വർഷമാണ് പ്രളയം കേരളത്തിൽ നേരിടുന്നത്. ഈ 3 വർഷത്തിലും ഇവിടുത്തെ ഈ തിരുത്തി നിവാസികൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഈ ഒരു റോഡല്ലാതെ തിരുത്തി പ്രദേശത്തേക്ക് വേറെ ഒരു വഴിയില്ല. വർഷങ്ങൾക്ക് മുമ്പ്
പണി കഴിഞ്ഞ റോഡിന് പിന്നീട് ഒരു മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും ഇവിടുത്തെ മേലധികാരികൾ ഉണ്ടായിട്ടില്ല. പല സമയത്തും തന്ന വാഗ്ദാനങ്ങൾ നിർവഹിക്കാതെ കഴിയാതെയാണ് ഇത്രയും ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. കടത്തുവള്ളം തിരുത്തി നിവാസികൾക്ക് സമർപ്പിച്ച് മധുരപലഹാര വിതരണവും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നു. തുടർച്ചയായ 3 തവണയും വെള്ളം കയറിയതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. ശാശ്വത പരിഹാരം കാണാൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 തിരൂർ. മുക്കം വെൺപൈപ്പ് പാലം പൊളിച്ചു മാറ്റിയതിന്റെ ആശ്വാസത്തിലാണ് ഇരുവഴിഞ്ഞി പുഴയുടെ തീരത്തുള്ളവർ. വെള്ളപ്പൊക്കത്തിന് പ്രധാന കാരണം വെൺപൈപ്പ് പാലമാണെന്ന് ശരിവെക്കുകയാണ് ഇത്തവണത്തെ മഴക്കാലം. കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ ഇരുവഴിഞ്ഞിയുടെ തീരത്തുള്ള വീടുകളിലും പറമ്പുകളിലും വെള്ളം നിറയുന്നത് പതിവായിരുന്നു. ഇതിന് കാരണം വെന്റ് പൈപ്പ് പാലമാണെന്ന് ഇത്തവണത്തെ മഴയോടെ വ്യക്തമായി. ഇരുവഴിഞ്ഞിപ്പുഴയിലെ ഒഴുക്കിന്റെ ഗതിമാറ്റവും വെള്ളപ്പൊക്കത്തിന്റെ വ്യാപ്തി കുറവും വലിയ ആശ്വാസമാണ് തീരത്തുള്ളവർക്ക് നൽകിയത്. ഉപയോഗശൂന്യമായി കിടന്നിരുന്ന വെന്റ് പൈപ്പ് പാലത്തിന്റെ ദ്വാരങ്ങൾ അടഞ്ഞുകിടന്നും പാലത്തിൽ കൂറ്റൻ മരങ്ങളും മാലിന്യവും തങ്ങി നിൽക്കുന്നതും പുഴയുടെ ഒഴുക്കിനെ സാരമായി ബാധിച്ചിരുന്നു. ഇത് പാലത്തിന്റെ തൊട്ടു മുകളിലുള്ള വീടുകളിലും പറമ്പുകളിലും വെള്ളമെത്താനും കാരണമായി. ഒട്ടേറെ കുടുംബങ്ങൾ ഇതുമൂലം കഴിഞ്ഞ പ്രളയത്തിൽ ദുരിതം അനുഭവിച്ചിരുന്നു. ഇപ്പോൾ ഈ വെന്റ് പൈപ്പ് പാലം പൊളിച്ചതിന് ശേഷം ഇപ്പം പഴയമാതിരി ഇടിഞ്ഞു പോകുന്നില്ല. വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇപ്പോൾ കറക്റ്റായതുകൊണ്ട് നമ്മുടെ ഭൂമിയിൽ വല്ലാതെ ഒന്നും ഈ പ്രാവശ്യം ഇടിഞ്ഞിട്ടില്ല. കെട്ട് ഒക്കെ നല്ല ഉഷാറായിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പം വലിയൊരു ബുദ്ധിമുട്ടില്ല കെട്ട് വന്നതിൻ്റെ പേരിൽ. ഒരു 6 സെൻറ്റ് ഭൂമി പോയിട്ടുണ്ട്. പേടിയുണ്ടായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം വെള്ളം കയറി ഇറങ്ങിയപ്പോൾ അങ്ങനെ ഇടിഞ്ഞു പോയിട്ടില്ല. കഴിഞ്ഞ തവണ വെള്ളം കയറിയ പാലത്തിന്റെ സമീപത്ത് വീടുകളുടെ അടുത്തുപോലും ഇത്തവണ വെള്ളമെത്തിയില്ല. വെള്ളത്തിന്റെ ഒഴുക്ക് തീരെ തടസ്സപ്പെടാതെ അതിവേഗത്തിലാണ് വെന്റ് പൈപ്പ് പാലം സ്ഥിതി ചെയ്തിരുന്ന പ്രദേശത്തെ ഒഴുക്ക്. ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് പുറമെ വെന്റ് പൈപ്പ് പാലമുണ്ടായിരുന്ന ചെറുപുഴയിലെ അവസ്ഥയും ഇതുതന്നെയാണ്. വൈകിയാണെങ്കിലും പാലം പൊളിച്ചു മാറ്റിയതിന് നന്ദി പറയുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 മുക്കം. അസൗകര്യം മൂലം ഓൺലൈൻ പഠനം മുടങ്ങിയിരിക്കുകയാണ് ഇടുക്കി കനകക്കുന്ന് സ്വദേശി എൽബിറ്റ് തോമസിന്. കനത്ത മഴയിൽ മരം വീണ് വീടും തകർന്നതോടെ ദുരിതക്കയത്തിലാണ് ഈ കൊച്ചു പെൺകുട്ടിയും കുടുംബവും. ഓൺലൈൻ പഠനം ആരംഭിച്ചിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും പഠനം നടത്തുവാൻ കനകക്കുന്ന് സ്വദേശി എൽബിറ്റ് തോമസിനായിട്ടില്ല. കട്ടകൾ അടുക്കി ആസ്ബെറ്റോസ് വിരിച്ച ഒരു കൂരയിലാണ് എൽബിറ്റും മാതാപിതാക്കളും കഴിഞ്ഞു പോന്നിരുന്നത്. വീട്ടിൽ വൈദ്യുതിയോ മൊബൈൽ ഫോണോ ടെലിവിഷനോ ഇല്ല. കഴിഞ്ഞ ദിവസമുണ്ടായ കാലവർഷക്കെടുതിയിൽ മരം ഒടിഞ്ഞു വീണ് വീടും തകർന്നതോടെ കുടുംബം തീർത്തും ദുരിതത്തിലായി. എനിക്ക് പഠിക്കാൻ കറണ്ടില്ല, TV ഇല്ല, ഒരു ഫോണും ഇല്ല. ഇപ്പം ഞാൻ പഠിക്കുന്നില്ല. ക്ലാസ്സുകളൊന്നും നടക്കുന്നില്ലെങ്കിലും കാണാനും പറ്റുന്നില്ല, TV ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ക്ലാസ്സൊന്നും കൂടുന്നില്ല. ഇപ്പോൾ വീടും ഇല്ല, വീടും നശിച്ചു പോയി. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു ഇതിനും പഠിക്കാൻ പറ്റുന്നില്ല. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് എൽബിറ്റ്. പിതാവ് തോമസ് കൂലിവേലയ്ക്ക് പോയാണ് കുടുംബം പുലർത്തുന്നത്. ഇവരുടെ റേഷൻ കാർഡ് APL വിഭാഗത്തിൽ ഉൾപ്പെട്ടതിനാൽ റേഷൻ പോലും ലഭിക്കുന്നില്ല. ഇപ്പോൾ എൽബിറ്റിന് കിടപ്പാടവുമില്ലാത്ത അവസ്ഥയാണ്. അയൽപ്പക്കത്തെ വീട്ടിലാണ് ഇവർ അന്തിയുറങ്ങുന്നത്. ഓൺലൈൻ സൗകര്യമില്ലാത്തതിനാൽ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ഭീതിയിലാണ് എൽബിറ്റ്. ന്യൂസ് 18 ഇടുക്കി. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് ഒരു ഓട്ടോ. പരപ്പരങ്ങാടി ചിറമംഗലം സ്വദേശിയായ ഹൈദ്രോസാണ് തന്റെ ഓട്ടോയിൽ കോവിഡ് പ്രതിരോധത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കൈ കഴുകാനുള്ള സംവിധാനം, സാനിറ്റൈസർ, ടിഷ്യൂ പേപ്പർ എന്നീ സൗകര്യങ്ങളെല്ലാം ഈ ഓട്ടോയിൽ ഒരുക്കിയിട്ടുണ്ട്. ഓട്ടോറിക്ഷയിൽ കയറുന്നവർക്കായി ജാഗ്രത സംബന്ധിച്ച ഓഡിയോ സന്ദേശവും തയ്യാർ. PVC പൈപ്പാണ് വെള്ളം സംഭരിക്കാനുള്ള ടാങ്കാക്കി മാറ്റിയിരിക്കുന്നത്. ഇതിൽ 6 ലിറ്റർ വെള്ളം കൊള്ളും. ഓരോ യാത്ര കഴിയുമ്പോഴും ഓട്ടോ അണുവിമുക്തമാക്കുന്നുമുണ്ട്. യാത്രക്കാർക്ക് കൊറോണ ഭീതിയില്ലാതെ കയറാനും രോഗത്തെ പ്രതിരോധിക്കാനും തന്നാലാകുന്നത് ചെയ്യുകയാണെന്ന് ഹൈദ്രോസ് പറയുന്നു. എൻ്റെ ഓട്ടോയിൽ ജനങ്ങൾക്ക് കൊറോണയ്ക്കെതിരെയുള്ള ജാഗ്രത അത് പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് മറ്റേ സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട്. ജനങ്ങൾ കൈ കഴുകാൻ പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ പൈപ്പിൽ നിന്ന് കൈ കഴുകിയിട്ട് കയറേണ്ടതാണ്. അതേപോലെ തന്നെ സ്റ്റിക്കർ വർക്ക്, കൊറോണയ്ക്കെതിരെയുള്ള സ്റ്റിക്കർ വർക്ക് നടത്തിയിട്ടുണ്ട്. പിന്നെ ഡിഷ് പേപ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് സിസ്റ്റം വെച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ബോധവൽക്കരണം, കൊറോണയ്ക്കെതിരെയുള്ള ബോധവൽക്കരണമാണ് നടത്തുന്നത്. യാത്ര ചെയ്യാൻ കുഴപ്പമില്ല, എല്ലാ ബോധവൽക്കരണവും ഇതിലുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ചുള്ള എല്ലാം ഉണ്ട്.
പിന്നെ ഇപ്പോൾ ഈ സ്റ്റിക്കർ വെച്ചിട്ടുള്ള എഴുത്തു കാര്യങ്ങളും ജനങ്ങൾ ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാലും പിന്നെ അത് ബോധവൽക്കരിക്കാനും വേണ്ടിയിട്ടുള്ള സൗണ്ടിങ് സംവിധാനം സൂപ്പറായിട്ടുണ്ട്. 2 വർഷമായി ഹൈദ്രോസ് ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഹൈദ്രോസ് ഏർപ്പെടുത്തിയ സൗകര്യങ്ങൾ തങ്ങളുടെ ഓട്ടോയിലും സജ്ജീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മറ്റ് ഡ്രൈവർമാർ. ന്യൂസ് 18 കൊണ്ടോട്ടി. ഉദ്ഘാടനം കഴിഞ്ഞ ഒരു മാസമായിട്ടും ഇടുക്കി തോപ്രാംകുടി സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനായിട്ടില്ല. വൈദ്യുതി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിൽ ലഭിക്കാത്തതാണ് കാരണം. വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ ഓഫീസ് പ്രവർത്തിക്കുന്നത്. 1,28,00,000 രൂപ ചെലവിട്ടാണ് സബ് രജിസ്ട്രാർ ഓഫീസിനായി തോപ്രാംകുടിയിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ജൂലൈ പകുതിയോടെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. എങ്കിലും ഓഫീസിന്റെ പ്രവർത്തനം ഇതുവരെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടില്ല. ഇത്രയും ബൃഹത്തായ ഒരു കെട്ടിടം പണിതിട്ടും അവിടെ വൈദ്യുതി പോലും കൊടുക്കുവാൻ തയ്യാറാകാതെ ഇത്ര അതിവേഗത്തിൽ ഉദ്ഘാടനം ചടങ്ങിന് വേണ്ടി മാത്രം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ ഈ ഓഫീസിൽ എത്രയും വേഗം വൈദ്യുതി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് പൊതുജനത്തിന് ഉപയോഗപ്രദമായ രീതിയിലേക്ക് പ്രവർത്തനം ആരംഭിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. വൈദ്യുതി അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാലാണ് ഓഫീസിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ വൈകുന്നതെന്നാണ് വിലയിരുത്തൽ. ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഓഫീസിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് 18 തോപ്രാംകുടി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.